ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ പെരുന്നാളിനൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള പുഡിങ്ങാണ്. വീട്ടിലുള്ള ചേരുവകൾ വെച്ച് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മെൽറ്റായി വരട്ടെ. അതൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് സേമിയാണ്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് സേമിയ ചെറുതായിട്ട് പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സേമിയ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് സേമിയ വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ നേരിയ സേമിയ ഉണ്ടാവും. ഇപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് നോർമൽ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്ന സേമിയ ഉണ്ടല്ലോ, അതാണ്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള സേമിയ ഇതാണ്. ഇത് നമ്മളിങ്ങനെ നീളത്തിലാണല്ലോ കിട്ടുന്നത്. നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം ഇത് വറുത്തതും കിട്ടും, വറുക്കാത്തതും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഏതായാലും കുഴപ്പമില്ല, വറുത്തതാണെങ്കിലും ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് വറുക്കണത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം നന്നായിട്ട് കളറ് മാറി വരണം, അല്ലാണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ പോരട്ടെ. നന്നായിട്ട് തന്നെ ഒന്ന് കളറ് മാറി വരണ വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഒരു 10 മിനിറ്റോളം ഇതൊന്ന് വറുത്തെടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു സേമിയ കാണുമ്പോൾ കുട്ടിക്കാലം ഓർമ്മ വരുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മളെ ഉമ്മമാരൊക്കെ ഇത് പായസം ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മൾ ഓരോ കോലിങ്ങനെ എടുത്തുകൊണ്ടിട്ട് ഇങ്ങനെ പതുക്കെ കടിച്ച് തിന്നും അല്ലേ. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് വീണ്ടും അങ്ങോട്ട് തന്നെ ചെല്ലും. ചിലപ്പോൾ അടി കിട്ടാനും ചാൻസ് ഉണ്ട് 2-3 തിന്ന് കഴിയുമ്പോൾ. അപ്പോൾ അതാ പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മൾ സേമിയ ഇവിടെ നന്നായിട്ട് കളർ ചേഞ്ച് ചെയ്തിട്ട് ഗോൾഡൻ കളറായിട്ട് വരണം കേട്ടോ. ഇതേപോലെ വരണം. അന്ന് കരിഞ്ഞു പോകും വേണ്ട കേട്ടോ. ആ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം 2 ടേബിൾ സ്പൂണൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ സേമിയയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ മധുരമൊക്കെ എല്ലാ ഭാഗത്തും സേമിയയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ എത്തിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സേമിയക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആ ചൂടോടെ തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലോട്ട് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും നിരത്തി കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ആ സ്പൂണോ സ്പാച്ചിലോ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. ഇത് ചൂടാറണ മുന്നേ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, ചൂടാറിയാലും കുഴപ്പമില്ല. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, നമുക്ക് അടുത്ത ഭാഗം എന്താണെന്ന് നോക്കാം. ഇനിയിവിടെ ഞാൻ ഒരു പാത്രത്തിൽ 10 ഗ്രാം ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാനിത് 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് നമുക്ക് വേറെ അടുപ്പിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു അടുപ്പിൽ നേരത്തെ എടുത്ത സെയിം പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുക്കാം. അഥവാ 2 കപ്പ് പാലുണ്ടാവും, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ചൂടായി വരട്ടെ. നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര, അതുപോലെ തന്നെ ഞാൻ മിൽക്ക് മെയ്ഡും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് മതിയെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർക്കേണ്ടതെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേ സമയം തന്നെ നമ്മൾ ചൈന ഗ്രാസും അവിടെ മെൽറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഒരേ സമയം ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പാല് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ആ ചൈന ഗ്രാസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 2 ഏലക്കായാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ഫ്ലേവർ ജസ്റ്റ് ആവുന്ന ടൈമിൽ നമുക്കിതൊന്ന് എടുത്ത് മാറ്റി കൊടുക്കുകയും ചെയ്യാം. അപ്പം പാൽ അത്യാവശ്യം ഒന്ന് തിളച്ച് വരാനായപ്പോൾ ഞാനിതൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. ഇനി രണ്ടും കൂടി ഒന്ന് യോജിച്ച് വരണം. അതിന് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സേമിയ കൂട്ടിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഒരു പാലിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇങ്ങനെ ചൂടോടുക്ക് ഒഴിച്ചു കൊടുക്കുന്ന നേരത്ത് നമ്മളെ സേമിയ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇത് ഒന്ന് സെറ്റായി വരുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് സെറ്റായി കിട്ടും. അത് സെറ്റാവണ മുമ്പ് ഫുള്ളായിട്ട് സെറ്റാവണ മുന്നായിട്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ബദാം വെച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഡെക്കറേഷൻ ചെയ്യാനായിട്ടുള്ളത് അത് വെച്ചിട്ടൊന്ന് അലങ്കരിച്ച് കൊടുക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലാണ് കേട്ടോ, ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. തണുപ്പിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള പുഡിംഗാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന നേരത്തെ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം വീഡിയോ കാണാനായിട്ട്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.